വളരെ ശാന്തമായി തമ്പുരാൻ്റെ സ്നേഹ സാന്നിധ്യം അനുഭവിക്കുക. മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ആകുല ചിത്തരാകേണ്ടതില്ല എന്നാണ് ഈശോ പറഞ്ഞത്. മത്തായി 6:33. ആദ്യം അവിടുത്തെ രാജ്യം നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിനക്ക് കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കൂട്ടിച്ചേർക്കപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ ആകുല ചിത്തരാകേണ്ട. എൻ്റെ കർത്താവിന് എൻ്റെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാക്കാൻ ആഗ്രഹിച്ചാൽ മതി. ദയാൽ ധാരയിൽ ഈശോ എഴുന്നള്ളിയിരിക്കുക. സ്വർഗത്തിൽ ഈ കർത്താവിൻ്റെ മുഖമാണ് നമ്മൾ ദർശിക്കാൻ പോകുന്നത്. അതേ ഈശോ ഇതാൽ ധാരയിൽ എഴുന്നള്ളിയിരിക്കുകയാണ്. ഈശോയുടെ സാന്നിധ്യം അത് സ്വർഗീയ സാന്നിധ്യമാണ്. സ്വർഗീയ സാന്നിധ്യം സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്. അപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ എഴുന്നള്ളിയിരിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹം ഇവിടെ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്ന സമയമാണ്. ആ സ്നേഹത്തിൽ നമുക്ക് വേണ്ടതെല്ലാം അവൻ തരും. അത് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാത്മാവിലേക്കാണ് സ്നേഹത്തിൻ്റെ അനുഭവങ്ങളും സ്നേഹത്തിൻ്റെ അനുഗ്രഹങ്ങളും കടന്നു വരിക. അതുകൊണ്ടാണ് കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കി വച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ കാതുകൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഇന്നോളം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ സ്നേഹിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ മേൽ വർഷിക്കുന്നത് മാനുഷികമായ ബുദ്ധിക്കും ആലോചനകൾക്കും ഉപരിയായ ദൈവപ്രവൃത്തിയാണ്. തന്നെ സ്നേഹിക്കുന്ന ഒരാത്മാവിലേക്കാണ് ദൈവം തൻ്റെ കൃപകൾ വർഷിക്കുന്നത്. അത് മാനുഷികമായി ചിന്തിക്കുന്ന ഒരു ജീവിതത്തിന് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാത്മാവിലേക്കാണ് നിത്യസ്നേഹത്തിൻ്റെ നിത്യജീവൻ്റെ അനുഭവങ്ങൾ നൽകുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാത്മാവിലേക്കാണ് സ്വർഗത്തിൻ്റെ അനുഭവം ദൈവം നൽകുന്നത്. ഇതൊക്കെ മാനുഷികമായി ചിന്തിച്ചാൽ മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ പറ്റുന്നതിനപ്പുറമാണ്. അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ മേൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ കണ്ണുകൾ കാണുകയോ കാതുകൾ കേൾക്കുകയോ മനുഷ്യ മനസ്സിന്നോളം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ദൈവമേ, ഞാൻ ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത, ഇന്നോളം ഗ്രഹിച്ചിട്ടില്ലാത്ത, ഇന്നോളം സ്വന്തമാക്കിയിട്ടില്ലാത്ത ഒരു ദൈവസ്നേഹത്തിൻ്റെ അനുഭവം ഈശോ എനിക്ക് തരണമെന്ന് പറ. ജീവിതം മാറി മറിയാൻ വേറൊന്നും വേണ്ട, ഈ സ്നേഹത്തിൻ്റെ അനുഭവം കിട്ടിയാൽ മതി. നിന്റെ ഭാവിയും നിന്റെ സ്വപ്നങ്ങളും നിന്റെ ആകുലതകളും നിന്റെ നിരാശകളും സങ്കടങ്ങളും സ്വകാര്യ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളൊക്കെ മാറാൻ ഈ സ്നേഹത്തിൻ്റെ അനുഭവം കിട്ടിയാൽ മതി. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളൊരു അനുഭവം കിട്ടിയാൽ മതി, വേറൊന്നും വേണ്ട. ഈശോയെ, ഈ സ്നേഹത്തിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഈ സ്നേഹത്തിൻ്റെ ഒരു അനുഭവം, ഈ സ്നേഹത്തിൻ്റെ ഒരു തലോടൽ, ഈ സ്നേഹത്തിൻ്റെ ഒരു സ്പർശനം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ചോ കണ്ണുകൾ തുറന്നു പിടിച്ചോ, ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് പോലെ ഏതാനും നിമിഷം അവൻ്റെ നാമം വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുക. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇനി പ്രാർത്ഥിക്കാൻ പറ്റണില്ലേ, ഹൃദയം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. ഈ നിമിഷങ്ങളിൽ മുഴുവനും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇതാ സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. സ്വർഗത്തോട് ചേർന്ന് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് ഈശോയെ, ആരാധനയ്ക്ക് യോഗ്യനായവനെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് വരെയും ആരാധിച്ചിട്ടില്ലാത്തതുപോലെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഇന്ന് വരെ സ്തുതിച്ചിട്ടില്ലാത്തതുപോലെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഈശോയെ, നിന്റെ സ്നേഹത്തിൻ്റെ ആഴമറിഞ്ഞുകൊണ്ട് നിന്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും മനസ്സിലാക്കിക്കൊണ്ട് ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കാൽവരിയിൽ ഈശോയെ നീ വെളിപ്പെടുത്തിയ പരിശുദ്ധമായ സ്നേഹത്തിന്റെ ആഴമറിഞ്ഞുകൊണ്ട് ഈശോയെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല 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 ഹല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാവരും മുട്ടുമേലായിരിക്കുന്നു. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.